സൗഖ്യദുഃഖാദികൾ സംപ്രസാദത്തിങ്കലില്ല രണ്ടേതുമേ സംപ്രതി നിത്യമാനന്ദമാത്രം പരം. ദുഃഖാദി സർവവും ബുദ്ധി സംഭൂതങ്ങൾ മുഖ്യനാം രാമൻ പരാത്മാപരൻ പുമാൻ മായാഗുണങ്ങളിൽ സംഗതനാകയാൽ വിമോഹിതന്മാർക്കു തോന്നും വൃഥാ ദുഃഖിയെന്നും സുഖിയെന്നുമെല്ലാം അതു ഒക്കെയോർത്താൽ ബുധന്മാരുടെ മതം. ശ്രീരാമനും ലക്ഷ്മണനും സുഗ്രീവനും എന്ന് വേണ്ട എല്ലാ 30 കോടിയായി വരുന്ന വാനരന്മാരും കടൽ തീരത്ത് ഒത്തുകൂടിയിരിക്കുകയാണ്. ഈ ഭീമാകാരമായ സമുദ്രം എങ്ങനെയാണ് കടന്നു പോകേണ്ടത് എന്ന് ഓർക്കുമ്പോൾ കുരങ്ങന്മാർക്ക് ഭയമുണ്ട്. സമയം സന്ധ്യയായി. അവർ എങ്ങനെയാണ് ഈ സമുദ്രത്തെ കടന്നു പോകേണ്ടത് എന്ന കാര്യത്തെക്കുറിച്ച് പരസ്പരം ചർച്ച ചെയ്യുകയാണ്. ഇതേ സമയത്ത് അങ്ങ് ലങ്കയിൽ രാവണൻ തൻ്റെ സഹോദരന്മാരെയും മറ്റ് മന്ത്രിമാരെയും ഒക്കെ വിളിച്ച് ആലോചന നടത്തുകയാണ്. എങ്ങനെയാണ് രാമനെ നേരിടേണ്ടത്? രാവണാദികളുടെ ആലോചന. അക്കഥ നിൽക്ക ദശരഥപുത്രരും അത്താത്മജാതികളായ കവികളും വാരാനിധിക്കു വടക്കേ കര വന്നു വാരിധി പോലെ പരന്നോരനന്തരം ശങ്കാവിഹീനം ജയിച്ചു ജഗത്രയം ലങ്കയിൽ വാഴുന്ന ലങ്കേശ്വരൻ തഥാ മന്ത്രികൾ തമ്മെ വരുത്തി വിരവോടു മന്ത്രനികേതനം പുക്കരുളിടിനാൻ. ആതിഥേയ സുരേന്ദ്രാദികൾക്കു മരുതാതൊരു കർമ്മങ്ങൾ മാരുതി ചെയ്തതും ചിന്തിച്ചു നാണിച്ചു രാവണൻ മന്ത്രികളോടു കേൾപ്പിച്ചാനവസ്ഥകൾ. മാരുതി വന്നിവിടെ ചെയ്ത കർമ്മങ്ങൾ ആരും അറിയാതിരിക്കയുമില്ലല്ലോ. ആർക്കും കടക്കരുതാതൊരു ലങ്കയിലൂക്കോട വന്നകം പുക്കൊരു വാനരൻ ജാനകി തന്നെയും കണ്ടു പറഞ്ഞോരു ദീനത കൂടാതഴിച്ചാനുപവനം. നക്തഞ്ചരന്മാരെയും വധിച്ചെന്നുടെ പുത്രനാമക്ഷകുമാരനെയും കൊന്നു ലങ്കയും ചുട്ടുപൊട്ടിച്ചു സമുദ്രവും ലംഘനം ചെയ്തൊരു സങ്കടമെന്നീ